ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിന് ഇറാൻ്റെ തിരിച്ചടി നീക്കങ്ങളാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. USനെ ഇറാൻ നേരിട്ട് തിരിച്ചടിക്കാനുള്ള സാധ്യത വിരളമെന്നാണ് ലോകാന്തര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അതേസമയം മധ്യേഷ്യയിൽ നിരവധി രാജ്യങ്ങളിൽ USന് സൈനിക താവളങ്ങളും അവിടങ്ങളിലായി ഏകദേശം 40,000-ലേറെ സൈനികരുമുണ്ട്. പുറമെ മേഖലയിലെ നിരവധി രാജ്യങ്ങളിൽ US എംബസികളും പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രയേലിനെ ഉന്നമിടുന്നതിനോടൊപ്പം US സൈനിക താവളങ്ങളെയും എംബസികളെയും ഇറാൻ ലക്ഷ്യമിട്ടേക്കും. ഇറാനെ തിരിച്ചടി പ്രതീക്ഷിക്കുന്നു എന്ന് സൂചിപ്പിച്ച് അടുത്ത 48 മണിക്കൂർ നിർണായകം എന്നാണ് ട്രംപ് ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഇറാനുമായി യുദ്ധത്തിനില്ലെന്നും ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകുമെന്നുമാണ് USൻ്റെ നിലപാട്. എന്നാൽ മുന്നിൽ യുദ്ധമില്ലാതെ ഇറാന് തൽക്കാലം മറ്റു മാർഗങ്ങൾ ഇല്ലെന്ന വിലയിരുത്തലും USനുണ്ട്. ഇസ്രയേലും USും ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് ഇറാൻ കടന്നാൽ ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം രാജ്യാന്തര ക്രൂഡ് ഓയിൽ നീക്കത്തിൻ്റെ തന്ത്രപ്രധാന കടൽപ്പാതയായ ഹോർമിസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാൻ്റെ സ്വാധീനത്തിലുള്ള ഈ കടലിടുക്ക് അത് ബ്ലോക്ക് ചെയ്താൽ ലോകത്തെയും നമ്മുടെ ഇന്ത്യയെ പ്രത്യേകിച്ചും അതെങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കിയാൽ, നേരത്തെ 1980-കളിൽ ഇറാൻ ഇറാഖ് യുദ്ധ സമയത്ത് ഹോർമിസ് കടലിടുക്ക് ഇറാൻ അടച്ചിരുന്നു. ഇവിടെ ഇറാൻ സ്ഥാപിച്ച ഒരു മൈൻ US യുദ്ധക്കപ്പലിന് കേടുപാടുണ്ടാക്കി. ഇതിന് തിരിച്ചടി എന്നോണം US 3 ഇറാനിയൻ യുദ്ധക്കപ്പലുകൾ മുക്കുകയും ഇറാൻ്റെ 2 ക്രൂഡ് ഓയിൽ വിതരണ കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. ഹോർമിസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യുന്നതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കണമെന്ന് ചൈനയോട് US ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് മിക്കവാറും നഷ്ടത്തിൽ തുടങ്ങിയേക്കുമെന്ന സൂചനകളാണ് ഗിഫ്റ്റ് സിറ്റിയിൽ നിന്നും ഉൾപ്പെടെ വന്നു കഴിയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആഗോള ചലനങ്ങളെ ഗവനിക്കാതെ നിഫ്റ്റി 315 പോയിൻറ്റും സെൻസെക്സ് 1046 പോയിൻറ്റും കുതിച്ചാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. നിക്ഷേപക സമ്പത്തിൻ്റെ 3 ലക്ഷം കോടിയോളം രൂപയുടെ വളർച്ചയും ഉണ്ടായി. സെൻസെക്സ് 82,000 കടന്നപ്പോൾ നിഫ്റ്റി 25,100 പോയിൻറ്റും ഭേദിച്ചു കടന്നു. എന്നാൽ ഇതിനു ഘടകവിരുദ്ധമായ ദിശയിലേക്കാണ് ഇന്ന് സൂചികകൾ നീങ്ങുമോ എന്നാണ് ആശങ്ക. നിഫ്റ്റി ഇന്ന് രാവിലെ 148 പോയിൻറ്റോളം ഇടിഞ്ഞും സെൻസെക്സ് നിഫ്റ്റിയും താഴേക്ക് പോയേക്കാമെന്ന് സൂചിപ്പിക്കുന്നു. US-ൽ ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സ്, S&P 500 സൂചിക എന്നിവ 3.3%, നാസ്ഡാക്ക് 100 സൂചിക 0.4% വീണിട്ടുണ്ട്. ഏഷ്യയിൽ ജപ്പാനീസ് നിക്കി 0.56%, ഹോങ്കോങ് 0.75% ഇടിഞ്ഞത് ശുഭസൂചന അല്ല. ലോകത്തെ 9ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഉൽപ്പാദക രാജ്യവും ഹോർമിസ് കടലിടുക്കിനെ നിയന്ത്രിക്കുന്ന രാജ്യവുമായ ഇറാൻ യുദ്ധസമാന സാഹചര്യത്തിലാണ് ആഗോള എണ്ണ വിപണിയെ ഉലയ്ക്കുകയാണ്. എണ്ണ ഉൽപ്പാദനവും വിതരണവും തടസ്സപ്പെട്ടേക്കാമെന്ന ഭീതി, കടൽ വഴിയുള്ള ചരക്കു നീക്കത്തിൻ്റെ കൂലിയും ഇൻഷുറൻസും കൂടിയേക്കാമെന്ന ആശങ്ക എന്നിവ ആണ് ക്രൂഡിൽ ആശങ്ക ഉയർത്തുന്ന ഘടകങ്ങൾ. WTI ക്രൂഡ് വില ബാരലിന് നിലവിൽ 2.21% മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ $75.47 ബ്രന്റ് വില 2.13% ഉയർന്ന് $78 എത്തി നിൽക്കുന്നു. ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതിന് പകരം വീട്ടുമെന്ന സൂചന USനെ ഇറാൻ നേരിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണം ഫലം കണ്ടോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. ആക്രമണം വിജയകരമായിരുന്നു എന്നാണ് US അവകാശപ്പെടുന്നെങ്കിലും ഇത് സ്വതന്ത്ര നിരീക്ഷകർ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നുണ്ട്. യുദ്ധം, സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയ സാഹചര്യങ്ങൾ എപ്പോഴെല്ലാം വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം സ്വർണത്തിന് സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ കിട്ടുകയും വില ക്രമാതീതമായി വളരെയധികം കുതിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ അനുകൂല സാഹചര്യത്തിനിടയിലും നിലവിൽ രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $15 ഇടിഞ്ഞ് $3,355 ഉള്ളത്. ഇത് കേരളത്തിൽ വില കുറയാനുള്ള അനുകൂല ഘടകമാണ്. എന്നാൽ രാജ്യാന്തര വില കുതിച്ചു കയറാനുള്ള സാധ്യതകൾ, രൂപ നേരിടുന്ന സമ്മർദ്ദം എന്നിവ കേരളത്തിലെ വിലയെയും സ്വാധീനിച്ചേക്കാം.